ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെറും 3 പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു എവറിഡേ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ യൂഷ്വലി റെഡി ആവുന്നത് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അതിനകത്ത് ഒരു പ്രോഡക്റ്റ് ഓപ്ഷനിലാണ്, ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. പിന്നെ ഒരു വീഡിയോ എടുക്കാനല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് കണ്ണെഴുതുക. കണ്ണെഴുതുമ്പോഴത്തേക്ക് ആ ഒരു ഉറപ്പിച്ച ലുക്കൊക്കെ മാറും. ഞാൻ താഴെ അങ്ങനെ കാജൽ യൂസ് ചെയ്യാറില്ല. അതെന്തെങ്കിലുമൊക്കെ ഒക്കേഷണലി ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ കണ്ണിൻ്റെ മുകളിൽ എപ്പോഴും എഴുതി കഴിയുമ്പോൾ തന്നെ ആ ഒരു ആ ഒരു നമ്മുടെ മുഖത്തെ ഒരു എന്താ പറയുക ഉറക്കപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു മൂഡ് ഓഫ് കൈൻഡ് ഓഫ് ഒരു സംഭവമൊക്കെ മാറും. എന്നിട്ടൊരു ഒരു ഒരു പോസിറ്റീവ് ഒരു ഭംഗിയൊക്കെ നമ്മുടെ മുഖത്ത് വരും. അപ്പം എപ്പോഴും നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറയുന്നതാണ് ഐലൈനർ. ഐലൈൻ ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫേസസ് കാനഡയുടെ ഐലൈനറാണ്. അത്യാവശ്യം നല്ലൊരു ഐലൈനറാണ്. അപ്പോൾ ഞാൻ പോയി നന്നായിട്ട് എഴുതിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് മൈ ലുക്ക് ആഫ്റ്റർ ഞാൻ ഐലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. അത് കഴിഞ്ഞിട്ട് ഈ കാണിക്കുന്നത് സുഡിയോയുടെ ഒരു ബ്ലഷാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ യൂസ് ചെയ്യാത്ത കാരണം എനിക്കൊരു അബദ്ധം പറ്റി. കണ്ണിൻ്റെ മുകളിൽ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇട്ടിട്ട് വേണം നമ്മൾ ഐലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ തന്നെ കണ്ണെഴുതി. അപ്പം പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ 2 വശവും ബ്ലഷ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ തൂത്ത് കളയുന്നുണ്ട്. എനിക്ക് വലിയ ധാരണയില്ല ഇതെങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, ദെൻ കണ്ണിൻ്റെ മുകളിലും കൂടി ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും നമ്മൾ ചെയ്യല്ലേ, അപ്പോൾ പിന്നെ മുകളിലും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുകളിലും കൂടെ ഒക്കെ തേക്കുന്നുണ്ട്. മുകളിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തേക്കാനും പറ്റത്തില്ല, കാരണം ഞാനിപ്പം ഐലൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ തേച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ കണ്ണിലാണെങ്കിൽ കൂടുതലായും പോയി. നമുക്കതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തതിൻ്റെ പ്രശ്നമാണിത്. പിന്നെ അവിടെ നിന്നെടുത്ത് ഞാൻ ഇപ്പുറത്ത് തേച്ചു, ഇപ്പുറത്ത് നിന്നെടുത്ത് അപ്പുറത്ത് തേച്ചു. അപ്പോൾ ഏകദേശം നമുക്കൊരു കംപ്ലീറ്റ് ഒരു കുഴപ്പമില്ലാത്തൊരു ലുക്കൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ഇനി ഫൈനൽ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ലിപ്സ്റ്റിക്. അപ്പം ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ലുക്ക് കഴിഞ്ഞു. ബ്ലഷൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ബ്ലഷിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. തേച്ചത് മൊത്തം ഞാൻ തൂത്ത് കളഞ്ഞു. കണ്ണിൻ്റെ മുകളിൽ മാത്രം ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് കൂടുതൽ. അപ്പം ഇങ്ങനെ ബ്ലഷൊക്കെ ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, ഐലൈൻ ചെയ്തു. പിന്നെ ഈ ഫുൾ ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ എന്താണ് ഡ്രസ്സും കൂടെയൊക്കെ ഒന്ന് മാറിയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. സോ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ പിന്നെ ചുരിദാറൊക്കെ ആയതുകൊണ്ട് പൊട്ടിൻ്റെ ഒരു കുറവ് കണ്ടു, അങ്ങനെ പൊട്ടും കൂടി തൊട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബും ചെയ്യുക. സോ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.